വോട്ട് ചോദിച്ചു വന്നപ്പോൾ നിങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ ആ വാചകം കേരളം ഇപ്പോഴും മറന്നിട്ടില്ല. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. അതെ, തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ തെരുവുകളിൽ UDF നേതാക്കൾ തൊണ്ട പൊട്ടി പ്രസംഗിച്ച, ജനങ്ങളെ വൈകാരികമായി കയ്യിലെടുത്ത ആ ഒരൊറ്റ മുദ്രാവാക്യം ശബരിമലയിലെ കോടികളുടെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് സ്വാമി അയ്യപ്പന്റെ തിരുവാഭരണങ്ങളിൽ വരെ കൈവച്ച ഇടതുപക്ഷത്തിന്റെ അഴിമതി പരമ്പരകളെക്കുറിച്ച് അന്ന് നിങ്ങൾ വാതോരാതെ സംസാരിച്ചു. ഭക്തരുടെ കണ്ണീരിനൊപ്പം നിലനിന്നു. അങ്ങനെ നിൽക്കുമെന്ന് വാഗ്ദാനവും സത്യപ്രതിജ്ഞയും ചെയ്തു. പക്ഷെ ഇപ്പോ കഥയാകെ മാറി. ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് വോട്ട് നൽകി, നിങ്ങൾ ജയിച്ചു കയറി ഭരണം തുടങ്ങി. എന്നിട്ടിപ്പോ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഇപ്പോ ഭരണപക്ഷത്തിന്റെ നാവിൽ ഒരക്ഷരം പോലും ഇല്ല, മിണ്ടുന്നില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്തേ VD സതീശനും കൂട്ടരും ആ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഇപ്പോ മിണ്ടാത്തത്? ഇവിടെയാണ് BJP പാർലമെന്ററി പാർട്ടി നേതാവായ BB ഗോപകുമാർ സഭയെ നടുക്കിക്കൊണ്ട് ആ ചോദ്യം ചോദിച്ചത്. തിരഞ്ഞെടുപ്പ് കാലത്തെ നിങ്ങളുടെ ആക്രോശങ്ങൾ കേവലം വോട്ട് തട്ടാനുള്ള തന്ത്രം മാത്രമായിരുന്നു. ഭരണം കയ്യിൽ കിട്ടിയിട്ടും യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാനായി നിങ്ങൾ ചെറുവിരൽ പോലും അനക്കുന്നില്ല. UDF സർക്കാർ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? LDFും UDFും തമ്മിൽ സഭയ്ക്കുള്ളിൽ നടക്കുന്ന ആ രഹസ്യ ഒത്തുകളിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇനിയുള്ള മിനിറ്റുകളിൽ പുറത്തു വരികയാണ്. വീഡിയോ മുഴുവനായും കാണുക, കാരണം ഇത് കേരളം ചർച്ച ചെയ്യേണ്ട സത്യമാണ്. അയ്യന്റെ സ്വർണത്തിന് വേണ്ടിയുള്ള ഒരു മഹാനീക്കമാണ്. നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് കടക്കാം. കേരള നിയമസഭയുടെ പുതിയ സമ്മേളനം ആരംഭിച്ചപ്പോൾ ലക്ഷക്കണക്കിന് രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും ഉറ്റുനോക്കിയത് ഒരൊറ്റ കാര്യത്തെക്കുറിച്ചാണ്. ഭരണപക്ഷമായ UDFിനെ പ്രതിപക്ഷ നിരയിലിരുന്ന് CPM എങ്ങനെ നേരിടും എന്ന്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ LDF പ്രതിപക്ഷ നിരയിലേക്ക് മാറിയപ്പോൾ പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഇരട്ട ചങ്കൻ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലിരുന്ന് സർക്കാരിനെ വിറപ്പിക്കും എന്നൊക്കെയാണ് അണികൾ വീമ്പ് പറഞ്ഞതും കരുതിയതും. എന്നാൽ സംഭവിച്ചത് എന്താണ്? സഭയിലെ ആദ്യത്തെ 2 ദിവസങ്ങളിലും ഭരണപക്ഷത്തെ രാഷ്ട്രീയമായി ആക്രമിക്കുന്നതിൽ പൂർണ്ണമായും പ്രതിപക്ഷമായ CPM പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു കാഴ്ചയ്ക്കാണ് കേരളം ഒന്നടങ്കം സാക്ഷ്യം വഹിച്ചത്. അണികൾ പോലും തലയിൽ കൈവച്ചുപോയി. ഇനി ഇങ്ങനെ കൊണ്ടൊന്നിനും കൊള്ളില്ലേ എന്നാണ് അണികൾ ചോദിക്കുന്നത്. സഭയിലെ ആദ്യത്തെ അടിയന്തര പ്രമേയ അവതരണാനുമതി ചർച്ച നടക്കുന്നു. സാധാരണഗതിയിൽ പ്രതിപക്ഷമാണ് അവിടെ ആഞ്ഞടിക്കേണ്ടത്, ഭരണപക്ഷത്തെ വിറപ്പിക്കേണ്ടതും അവർ തന്നെയാണ്. എന്നാൽ അവിടെ കണ്ട കാഴ്ച വിചിത്രമായിട്ടുള്ള ഒന്നാണ്. അതായത് മുഖ്യമന്ത്രി VD സതീശൻ തന്റെ രാഷ്ട്രീയ ചാതുര്യം മുഴുവൻ പുറത്തെടുത്ത് പ്രതിപക്ഷ നിരയെ മലർത്തിയടിച്ച് ഭരണപക്ഷത്തിന് വേണ്ടി വൻതോതിൽ രാഷ്ട്രീയമായി സ്കോർ ചെയ്തു. CPM അംഗങ്ങൾ സഭയിൽ കേവലം വെറും കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു. പിന്നെ ഒന്നാമത് പിണറായി വിജയന്റെ പ്രസംഗത്തെ കുറിച്ച് അറിയാമല്ലോ. ഒരു വരി വായിക്കാനായി 1 മണിക്കൂർ അദ്ദേഹത്തിന് സമയം വേണം. അങ്ങനെ പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ കേവലം കാഴ്ചക്കാരായി നിന്നു. നോക്കുകുത്തികളായി മാറുന്ന ദയനീയമായ ദൃശ്യം. എന്തുകൊണ്ടാണ് പിണറായി വിജയന് VD സതീശനെതിരെ ശബ്ദമുയർത്താൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് CPM പെട്ടെന്നൊരു സൗമ്യ പ്രതിപക്ഷമായി മാറിയത്? അത് കുറച്ച് പിന്നോട്ട് പോയാൽ നമുക്ക് തിരിച്ചും കാണാം. ഇതേപോലെ CPM ഭരിച്ച സമയത്ത് പ്രതിപക്ഷമായ UDFും ഇതുപോലെ തന്നെയായിരുന്നു. ഇവിടെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്, കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷ ധർമ്മം ഇനി ആര് നയിക്കുമെന്ന്. ഈ ചോദ്യം രാഷ്ട്രീയ കോറിഡോറുകളിൽ ഉയരുമ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതിരോധവും ഇല്ലാതിരുന്ന വേളയിൽ സഭയിലെ കൃത്യമായ ഇടപെടലുകളിലൂടെയും മൂർച്ചയേറിയ പ്രതികരണങ്ങളിലൂടെയും ഒരു പുതിയ നായകൻ ഉദിച്ചുയരുന്നത്. അതാണ് BJP പാർലമെന്ററി പാർട്ടി നേതാവായ BB ഗോപകുമാർ. ഒരു ജനതയുടെ പ്രതീക്ഷകൾ മുഴുവൻ തകർന്നു തരിപ്പണമായ അവസ്ഥയിലേക്കാണ് BJP ഇവിടെ നിർണായക ശക്തിയായി മാറുന്നത്. അവരുടെ അംഗത്വത്തിലേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, പക്ഷെ അവരുടെ പ്രതികരണങ്ങൾ ഏറെ മൂർച്ചയുള്ളതായിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇവിടുത്തെ മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ് ബിസിനസ് മാത്രമാണെന്ന്. ഇവർ രണ്ടു കൂട്ടരും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. വോട്ട് പെട്ടിയിലാകുന്നത് വരെ പരസ്പരം തെറി പറയുന്നവർ അധികാരത്തിന്റെ ശീതള ഛായയിൽ എത്തുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം സൗകര്യപൂർവ്വം മറക്കും. പിന്നെ അഴിമതി വരുമ്പോൾ മച്ചാ ബന്ധമാണ്, രണ്ടുപേരും തോളോട് തോൾ ചേർന്ന് നിൽക്കും. എന്നാൽ ഈ മറവി രോഗത്തിന് ജനങ്ങൾ നൽകിയ മറുപടിയാണ് ഇന്ന് സഭയിൽ BJP ഉയർത്തുന്ന ഓരോ ചോദ്യങ്ങളും. നമുക്ക് BB ഗോപകുമാറിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തേക്ക് ഒന്ന് കണ്ണോടിക്കാം. അദ്ദേഹം വെറും ഒരു MLA മാത്രമല്ല,
കഠിനാധ്വാനത്തിലൂടെയും ജനകീയ അടിത്തറയിലൂടെയും വളർന്നു വന്ന, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു നേതാവാണ് അദ്ദേഹം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്നും ബി ഗോപകുമാർ നേടിയ മിന്നും വിജയം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നായിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ ഇത്തരത്തിലൊരു സീറ്റ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്തരത്തിലൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെയായിരുന്നു. ചാത്തന്നൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ ദശാബ്ദങ്ങളായി ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയെന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. CPM-നും LDF-നും അവിടെയുള്ള സ്വാധീനം തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് അഹങ്കരിച്ച നേതാക്കളുടെ കണ്ണ് തള്ളിച്ചുകൊണ്ടാണ്, വായടപ്പിച്ചുകൊണ്ടാണ് ബി ഗോപകുമാർ അവിടെ താമര വിരിയിച്ചത്. ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിലാണ് അട്ടിമറി വിജയത്തിലൂടെ വലിയ ഭൂരിപക്ഷത്തോടെ ഗോപകുമാർ നിയമസഭയിലേക്ക് വണ്ടി കയറിയത്. ഇത് ജനങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടായ ഒരു വലിയ തരംഗം തന്നെയായിരുന്നു. താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും രാപ്പകലില്ലാത്ത രാഷ്ട്രീയമായ കഠിനാധ്വാനവുമാണ് അദ്ദേഹത്തെ ചാത്തന്നൂരിന്റെ പ്രിയപ്പെട്ടവനാക്കിയത്, അവിടുത്തെ ജനങ്ങളുടെ ജനനായകനാക്കിയത്. ആ ജനകീയ അടിത്തറയുടെ കരുത്തുമായിട്ടാണ് ബി ഗോപകുമാർ ഇപ്പോൾ കേരള നിയമസഭയുടെ നാഥന്മാരിൽ ഒരാളായി സഭയെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ തിളങ്ങേണ്ട സ്ഥാനത്താണ് സഭയിലെ അതിശക്തമായ ഇടപെടലുകളിലൂടെ ബി ഗോപകുമാർ ജനങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒറ്റയ്ക്ക് നേടിയെടുത്തതാണ്. കേരള നിയമസഭയിൽ UDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയാതെ പോകുന്ന വരും ദിനങ്ങളിൽ ബി ഗോപകുമാർ എന്ത് തന്നെയായാലും സഭയിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി മാറുമോ എന്ന ചർച്ചകൾ രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ സജീവമാണ്. ഓർക്കണം, BJPക്ക് ആകെയുള്ളത് 3 അക്കൗണ്ടുകളാണ്. ആ 3 അക്കൗണ്ടുകൾ വെച്ചാണ് അവർ അവരുടേതായ സ്ഥാനം ഉറപ്പിക്കുന്നത്. ഗോപകുമാറിന്റെ രാഷ്ട്രീയ യാത്ര പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങൾ താഴെത്തട്ടിൽ നിന്നും കണ്ട് പഠിച്ച വ്യക്തിയായാണ് വളർന്നത്. അതുകൊണ്ട് തന്നെയാണ് സഭയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അതിന് സാധാരണക്കാരന്റെ ഭാഷയും കരുത്തും ഉണ്ടാകുന്നത്. വെറും തത്വശാസ്ത്രങ്ങൾ വിളമ്പിയോ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയോ ഉള്ള പ്രസംഗങ്ങളെ അല്ല അദ്ദേഹം നടത്തുന്നത്. മറിച്ച് സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണി പറയുന്ന കൃത്യമായ ഡോക്യുമെന്റഡ് ആക്രമണങ്ങളാണ്. ഒന്ന് ചിന്തിക്കണം, സാധാരണക്കാരന് മനസ്സിലാകാൻ അവന്റെ ഭാഷ തന്നെ വേണം. അല്ലാതെ മസ്തിഷ്ക പ്രക്ഷാളനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിറപ്പിക്കാനും അമ്പരപ്പിക്കാനും നോക്കിയാൽ അവിടെ വായടഞ്ഞിരിക്കുകയല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നും വേറിട്ട ഒരു നേതാവ് തന്നെയാണ് ഇദ്ദേഹം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. നിയമസഭയിൽ വെറുതെ ബഹളം വെക്കുകയോ സഭ സ്തംഭിപ്പിക്കുകയോ ചെയ്യുന്ന പരമ്പരാഗത ശൈലിയെ അല്ല BJP സ്വീകരിച്ചിരിക്കുന്നത്. പകരം കേവലം ബഹളം വെക്കലുകൾക്കപ്പുറം കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെയും ഭരണഘടനാപരമായ വ്യക്തതയോടെയുമാണ് BJP നേതാക്കളായ മൂവരും ബി ഗോപകുമാറും വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും സഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇവിടെയാണ് BJPയുടെ തന്ത്രം വിജയിക്കുന്നത്. കാലാകാലങ്ങളായി കേരളം മാറി മാറി ഭരിച്ച മുന്നണികൾ തമ്മിലുള്ള ഒത്തുകളി രാഷ്ട്രീയത്തെ, അന്തർധാരകളെ ജനമധ്യത്തിൽ തുറന്നു കാട്ടുക എന്ന തന്ത്രപരമായ നീക്കമാണ് BJP നിയമസഭയിൽ ഇവിടെ വിജയകരമായി പയറ്റുന്നത്. അക്കാര്യത്തിൽ അവരെ സമ്മതിച്ചേ തീരൂ. ഭരണപക്ഷവും ഔദ്യോഗിക പ്രതിപക്ഷവും ഒരേ തൂവൽ പക്ഷികളാണെന്ന് BJP കൃത്യമായ തെളിവുകളോടെ സമർത്ഥിക്കുന്നു, ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നു. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ ഒത്തുകളി രാഷ്ട്രീയം ഇനി നിയമസഭയിൽ നടക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗോപകുമാറും വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും സഭയിൽ നിലയുറപ്പിക്കുന്നത്. വി മുരളീധരന്റെ പാർലമെന്ററി രംഗത്തെ ദീർഘകാലത്തെ പരിചയ സമ്പത്തും എല്ലാം തന്നെ ഇവിടെ ഗുണം ചെയ്യുന്നുണ്ട്. എന്തായാലും BJP ഇത്തവണ ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അത്തരത്തിലുള്ള എല്ലാ തെളിവുകളും അത്തരത്തിലുള്ള സംഭവങ്ങളുമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിലും അടിപൊളിയായിട്ടുള്ള മലർത്തിയടിക്കുന്ന പ്രതികരണങ്ങളും നീക്കങ്ങളും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും കാണാം.